അവയവദാനത്തിനായി വ്യാജരേഖ ചമച്ച കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. റാക്കറ്റിന് വേണ്ടി വ്യാജരേഖ ചമച്ച മായയാണ് കൊച്ചി DCPയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. സംഘത്തിൽ നിന്നും മായ പണം കൈപ്പറ്റിയെന്ന് വ്യക്തമായിട്ടുണ്ട്. ആർഗൺ റാക്കറ്റ് അത് ഇതേപോലെ ഒരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. 4 ജില്ലകളിലുള്ള കേസുകളാണ്. അതിൽ നമുക്ക് എന്നുള്ള ഒരാളും കൂടി അറസ്റ്റ് ചെയ്യാൻ പറ്റി. എന്താ പറയാം, കൺസെൻഷ്വൽ ആണ്. അഗൈൻ സെയിം അവർക്കൊരു പെർസെൻറ്റേജ് ഓഫ് അമൗണ്ട് അവർ കിട്ടി. അത് കിട്ടിയതനുസരിച്ചിട്ട് കുറേ ഫഡ്ജിങ് ചെയ്തിട്ടുണ്ട് അവരുടെ റെക്കോർഡിൽ. അല്ലെങ്കിൽ അത് നേരത്തെ നമുക്ക് പറഞ്ഞതുപോലെ 2 രീതിയിലാണ് ആർഗൺ ട്രാൻസ്ഫർ ആ റാക്കറ്റിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ഫോർ മണി വിച്ച് ഈസ് നോട്ട് അലൗഡ്. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ട്രേഡ്. ഓക്കെ, ഇറ്റ് ഈസ് വാളണ്ടറി ആണ്. ആ സിസ്റ്റം ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അറിഞ്ഞത് അത് നമുക്ക് ഡീപ്പായിട്ട് പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരാളെന്ന് പറയരുത്. ഇതിലൂടെ എന്താ പറയാം, അവർ ഇപ്പം അക്യൂസ്ഡ് ഘട്ടത്തിലാണ് നിൽക്കുന്നത്. കുറേ ഫഡ്ജിങ് നടന്നിട്ടുണ്ട്. അതിനുடைய റൂൾസ് ആർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും, ആർക്ക് കൊടുക്കാൻ പറ്റില്ല, അങ്ങനെ ഉണ്ട്. അതനുസരിച്ചിട്ട് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ കുറേ റെക്കോർഡ്സ് ഫഡ്ജിങ് ചെയ്തിട്ടുണ്ട്, അഫിഡവിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് മുൻകൂട്ടി. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന്. നവമി, ഈ മായയ്ക്ക് ഈ അവയവ കടത്തുമായി എന്താണ് ബന്ധം? ഈ വ്യാജരേഖ ചമച്ചതിനപ്പുറം ഈ റാക്കറ്റിലെ പ്രധാന കണ്ണിയാണോ? ടോം, നേരത്തെ തന്നെ ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട മുഹമ്മദ് നജീബ് എന്നൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളാണ് ഈ ഇത്തരത്തിലുള്ള വ്യാജരേഖകൾ ചമയ്ക്കുന്നത്, ഈ ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതൊക്കെ നജീബാണെന്ന് നേരത്തെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. അന്ന് തന്നെ പോലീസ് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ കണ്ടെത്തിയിരുന്നൊരു കാര്യം, ഈ നജീബിന് മറ്റു പല കേന്ദ്രങ്ങളിലും ഏജന്റുമാരുണ്ട്. അത് കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലടക്കം, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലടക്കം വിവിധ ഏജന്റുമാരുണ്ട്. അവരിലേക്കുമൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു, നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു അടിസ്ഥാനത്തിൽ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ ഈ ഒരു കോട്ടയം സ്വദേശിയായിട്ടുള്ള മായ എന്ന യുവതിയെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. മായയും ഇത്തരത്തിൽ വ്യാജരേഖ ചമയ്ക്കുകയായിരുന്നു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ അവയവം സ്വീകരിക്കാനെത്തുന്ന ആളുടെ ബന്ധു എന്ന പേരിലാണ് മായ അവരെ സമീപിക്കുന്നതും അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് വ്യാജരേഖകൾ ചമയ്ക്കാനൊക്കെ മുന്നിട്ടിറങ്ങുന്നത് ഈ അവയവം സ്വീകരിക്കുന്ന ആളുടെ അടുത്ത ബന്ധു എന്ന പേരിലാണ്. അത്തരത്തിലുള്ളൊരു തട്ടിപ്പാണ് മായ നടത്തുന്നതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകും. വിശദമായിട്ടുള്ളൊരു പരിശോധന തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ അക്കൗണ്ടുകളിലേക്കൊക്കെ എത്ര രൂപയാണ് വരുന്നത്, ഇവരെങ്ങനെയാണ് ഈ ഏജന്റ് ഈ അവയവം നൽകാനായുള്ള ഇരകളെ കണ്ടെത്തുന്നത് എന്നീ കാര്യങ്ങളൊക്കെ പോലീസിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ബംഗളൂരിൽ നിന്നുള്ള അതോടൊപ്പം ഈ കേസിൽ ചില ഉന്നതർക്ക്, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഡോക്ടർമാർക്കടക്കം പങ്കുകൊണ്ടെന്ന രീതിയിലുള്ള സംശയം നേരത്തെ SIT പങ്കുവച്ചിരുന്നു. പക്ഷെ ആ രീതിയിലൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ടോ? ഈ ചില ഉന്നതരാരെങ്കിലും ഈ കേസിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ടോ? തുടക്കത്തിൽ പോലീസ് അത്തരത്തിലുള്ളൊരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇതുവരേക്കും മറ്റ് അറസ്റ്റുകളോ ഉന്നതരുടെ ബന്ധമോ ഉന്നതരുടെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകളോ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട, കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളിലും ഇത് നടക്കുന്നുണ്ട്. ഈ സർജറികളൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ അവയവ മാറ്റം നടക്കുന്നത് കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളിലാണ്. ഇതിലെ ആരാണിത് നയിക്കുന്ന ഡോക്ടർമാർ, ഇവർക്ക് ഇതിൽ പങ്കുണ്ടോ, ഇവർക്കും ഇതിൽ ഇത്തരത്തിൽ പൈസ ലഭിക്കുമോ, ഇതെല്ലാം തന്നെ കണ്ടെത്തുമെന്നാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസമൊക്കെ വ്യക്തമാക്കിയത്. പക്ഷേ ഇതുവരേക്കും അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും കടന്നിട്ടുമില്ല. നമുക്കറിയാം, നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഇതുപോലെ പോലീസ് ഒരു വ്യക്തിയെ പിടികൂടുകയും പിന്നീട് അറസ്റ്റുകൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് ഉന്നതരിലേക്ക് എത്താത്ത രീതിയിലേക്ക് മാത്രം പ്രതികൾ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യമായിരുന്നു മുൻപ് നമ്മൾ കണ്ടത്. അന്നും പറഞ്ഞത് കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളിലാണ് ഈ അവയവക്കടത്തിൻ്റെ ശസ്ത്രക്രിയകൾ നടത്തുന്നതെന്നും അതിൽ ചില ഡോക്ടർമാർക്ക് പങ്കുണ്ട്, മറ്റ് ചില ഉന്നതർക്ക് പങ്കുണ്ടെന്നൊക്കെ ആ കേസിലും പറഞ്ഞിരുന്നെങ്കിൽ പോലും മറ്റ് അറസ്റ്റുകളിലേക്കൊന്നും ഉണ്ടായില്ല. ഈ കേസിലും സമാനമായ രീതിയിൽ തന്നെയാണ് നിലവിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ.
വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും അവയവക്കടത്തുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു. വ്യാജരേഖ ചമച്ച് നൽകിയ മായയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.